ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ 4 തലങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചായിരുന്നു. ഉപബോധ മനസ്സിൻ്റെ 4 തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ശരിക്ക് നമ്മളുടെ അതായത് മനസ്സെന്ന് പറയുന്ന, നമുക്ക് ബോധ മനസ്സിനെ കുറിച്ച് നമുക്ക് ഒരുവിധം വ്യക്തമായ ഒരു ധാരണ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ റേഞ്ചിനപ്പുറം നിൽക്കുന്ന, നമ്മളുടെ ചിന്തകൾക്കും നമുക്ക് പഠിച്ചെടുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ ആയുസ്സിൽ പഠിച്ച് തീർക്കാൻ പറ്റാത്തൊരു മേഖലയാണ് ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അത്രമാത്രം ആഴത്തിൽ അത് ഉള്ളതാണ്. അതൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉപബോധ മനസ്സിനെ മാത്രമാണ് ഈ 5ആയിട്ട് തിരിക്കുന്നതിന് മുമ്പുള്ള ഉപബോധ മനസ്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം പറയുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം ചിന്തിച്ചാൽ അത് വളരെയധികം ദൂരെയുള്ള പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും, അത് വ്യാപിച്ചു പോകും. നമ്മൾ ബോധ മനസ്സിനെ, അതായത് മനുഷ്യന്റെ ഉള്ളിലാണ് ബോധ മനസ്സെങ്കിൽ ഉപബോധ മനസ്സിന്റെ ഉള്ളിലാണ് മനുഷ്യൻ. അതൊന്ന് കാണാൻ കഴിയുന്നുണ്ടോ? അതായത് മനുഷ്യന്റെ ഉള്ളിലാണ് ബോധ മനസ്സ്. അങ്ങനെയെങ്കിൽ ഉപബോധ മനസ്സിന്റെ ഉള്ളിലാണ് മനുഷ്യൻ. അതായത് നമ്മുടെ ഉള്ളിൽ ജലം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കോശങ്ങൾക്കകത്തൊക്കെ ജലം ഉണ്ടെന്ന് വിചാരിക്കുക. അത് മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ജലമാണ് മനസ്സെന്ന് വിചാരിച്ചാൽ ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാവും. പക്ഷേ ഒരു സമുദ്രത്തിൽ, വലിയൊരു കടലില്, സമുദ്രത്തിനകത്ത് നമ്മൾ കിടന്നാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെയാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത്. നമ്മളെ ചുറ്റി, പ്രപഞ്ചത്തോളം ചുറ്റി നിൽക്കുന്ന ഒരു മേഖലയാണ് സത്യത്തിൽ ഉപബോധ മനസ്സ്. അതുപോലെ ലോകത്തുള്ള ഏകദേശം ഉള്ളവരുടെ നേരത്തെ പറഞ്ഞ ഫീലിങ്സും ഇമാജിനേഷനും ഒക്കെ തന്നെ ഒരേപോലെയാണ്. മനസ്സിലായി കാണും. അതായത് കരയുന്നത് ഏത് ലോകത്തുള്ള, ഏത് രാജ്യത്തുള്ള മനുഷ്യരാണെങ്കിലും ഒരേപോലെയാണ്. മനസ്സിലായില്ലേ? ചിരിക്കുന്നത് അത് ഒരേപോലെയാണ്. അവർക്ക് മറ്റെന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകുന്നത് എല്ലാം ഒരേപോലെയാണ്. നമ്മൾ പരസ്പരം മനുഷ്യൻ കണ്ടുമുട്ടിയിട്ടല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ടല്ല. അയ്യോ മറ്റു രാജ്യക്കാർ ഇങ്ങനെയാണ് കരയുന്നത്, അല്ലെങ്കിൽ കരച്ചിൽ വരുമ്പോഴാണ് കണ്ണ് നിറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സ് അല്ല. അത് ചിന്തിച്ചാൽ മതി. അത് മനുഷ്യനെ ഫുൾ, അതാണ് ഉപബോധ മനസ്സ് ഏകീകരിച്ചിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ബോധം എന്ന് പറയുന്നത് പല രാജ്യക്കാരുടെയും ബോധതലം പല രീതിയിലാണ്. അവർ പഠിച്ചിരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന്, അവർ പഠിച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും അവരുടെ ബോധം നിലനിൽക്കുക എന്നുള്ളത്. അത് അവരുടെ ഉള്ളിലാണ്. ഉപബോധം എന്ന് പറയുന്നത് നമ്മളെ ചുറ്റി നിൽക്കുന്ന ഒരു വലയം. അതായത് നമ്മളിപ്പോൾ 4 പേരുണ്ട്. ഈ 4 പേരും തമ്മിൽ മാനസികപരമായ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഈ ഉപബോധ മനസ്സിൻ്റെ ഒരു കണക്ടിവിറ്റിയിലാണ്. ഉപബോധ മനസ്സിലാണ് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞു അവിടെ, പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രമായിരിക്കും. അതല്ല, നമ്മുടെ മനസ്സിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദേഷ്യവുമായി ബന്ധപ്പെട്ട്, അത് ഏത് രീതിയിലായാലും കാമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വികാരങ്ങളാൽ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കണക്ടിവിറ്റിയാണ്. ഞാനിത് എല്ലാ വശങ്ങളെക്കുറിച്ചും ഞാനത് പറഞ്ഞതാണ്. അത് നേരത്തെ പറഞ്ഞൊക്കെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ വിഷയത്തിലേക്ക് വരാം, 5 വിഷയത്തിലേക്ക് വരാം. എന്നാലും ഉപബോധ മനസ്സിനെ മാക്സിമം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് വളരെ അതിയായ ആഗ്രഹമുണ്ട്. നാളെ രാവിലെ 4 മണിക്ക് എണീറ്റ് നമ്മളുടെ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല യാത്രയ്ക്ക് വേണ്ടി നമുക്ക് പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആഗ്രഹം എന്ത് ചെയ്യും,
നമ്മുടെ ബോധ മനസ്സ് മറന്നാലും നമ്മുടെ ഉപബോധ മനസ്സ് മറക്കില്ല. ഈ സമയമാകുമ്പോൾ നമ്മുടെ ബോധ മനസ്സിനോട് ഉപബോധ മനസ്സ് പറയും, ഈ ഇദ്ദേഹത്തെ പുറത്തേക്ക് വിടൂ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഉണർത്തൂ എന്ന് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബോധ മനസ്സ് എന്ത് ചെയ്യും? പതിയെ നമ്മളുടെ ബ്രെയിനിലേക്ക് അത് ബ്രെയിനിലേക്ക് കടന്നു വരും. ഉപബോധ മനസ്സ് ഉറങ്ങത്തില്ല. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു മനസ്സാണ് ഉപബോധ മനസ്സ്. അദ്ദേഹത്തിന് നമ്മളിലുള്ള എല്ലാ പ്രശ്നങ്ങളും അറിയാം, പക്ഷെ തിരുത്തിത്തരാനൊന്നും പറ്റില്ല. അതിന് നമ്മളെ ബോധം തന്നെ തീരുമാനിക്കണം. തിരുത്തിത്തരാൻ പറ്റുന്ന ഒരാളല്ല, ബോധമാണ്. അതിനെ ബോധമായി കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്കതിനെ തിരുത്താനോ മാറ്റം വരുത്താനോ മറ്റെന്തിനും കഴിയുള്ളൂ. എക്കോ ഉണ്ടാവും ഇപ്പോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഉപബോധ മനസ്സിന്റെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മളെ മാക്സിമം നമ്മളെ ബോധത്താൽ എത്രമാത്രം നമുക്ക് ഒരു താല്പര്യം നമ്മളെ ബോധത്തോടെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഈ ഉപബോധ മനസ്സിന്റെ ഒരു ലാംഗ്വേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫീലിങ്സും ഇമാജിനേഷനുമാണ്. ഫീലിങ്സും ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഇമാജിനേഷൻ ചെയ്യണം, ഇമാജിനേറ്റ് ചെയ്യണം. അതിനോടൊപ്പം എന്ത് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. ഇപ്പം ഞാനൊരു സിനിമ ആക്ടറാണ് എന്ന് എനിക്ക് ഒരു ഫിലിമിലേക്ക് പോകാനുള്ള സാഹചര്യം കിട്ടി വരികയാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അയ്യോ പോയാൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു നല്ലൊരു ആക്ടറാണ് എന്ന് നമ്മൾ തന്നെ നമ്മളെ കാണുക. നമ്മൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഒരു വലിയ നല്ലൊരു കൂടിയ വാഹനത്തിൽ വന്നിറങ്ങുന്നു, അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളടുത്ത് വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു, ഇങ്ങനെ നമ്മൾ അഭിനയിക്കുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ഇമാജിനേഷൻ ചെയ്യണം. ഇതാണ് ആ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ നമ്മളൊരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീലിങ്സ് ആണോ ഉണ്ടാകുന്നത്, ആ ഫീലിങ്സ് എന്ത് ചെയ്യണം, നമ്മൾ ആ സമയത്ത് കൊണ്ടുവരണം. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഉപബോധ മനസ്സിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഉപബോധ മനസ്സിനകത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഉപബോധ മനസ്സിന് അത് സാധിച്ചു തരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. മനസ്സിലായില്ലേ? അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നമുക്ക് പല അവസരങ്ങൾ വരും. നിങ്ങൾ എന്തെങ്കിലും അവസരങ്ങൾ പറഞ്ഞോളൂ. ആ ഒരു അവസരം ഏതെങ്കിലും ഒരു അവസരം പറഞ്ഞു, നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ളോ, നമ്മൾ തട്ടിക്കളഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു അവസരം ഉണ്ടോ? മൈക്ക് ഓഫാണ് സാറേ, രാജൻ സാറേ. അത് ഓർമ്മിക്കണം. അങ്ങനെ ഓർമ്മിച്ചാൽ അങ്ങനെ ഓർമ്മിക്കാൻ പറ്റിയ, ഞാൻ നിരവധി ഉദാഹരണം പറഞ്ഞേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റില്ലേ, ഞാൻ വീഡിയോസ് ചെയ്ത പോഡ്കാസ്റ്റിൽ എന്നെ അവർ തലയ്ക്കും ദിവസമാണ് വിളിച്ചു പറയുന്നു. അപ്പം ഞാനതിന് പ്രത്യേകിച്ച് എന്തല്ല, ഹലോ മനസ്സിലായി. അപ്പോൾ തലയ്ക്കും ദിവസം ആണ് എന്നെ വിളിച്ച് പറയുന്നത്, നാളെയാണ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മുന്നേ അതിനോട് ഒരു പോഡ്കാസ്റ്റ് ചെയ്ത് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ആ അവസരം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ ഞാൻ എന്ത് ചെയ്തു, കാരണം ഒരു ഐഡിയ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ അവസരം ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഞാൻ ആ ഒരു നൈറ്റ്, അത് നൈറ്റാണ്, ഒരു ദിവസം ഫുള്ളില്ല, നൈറ്റാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്തു, ആ നൈറ്റിൽ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും അവിടെ വരെ പോകാം, അവിടെ പോയിട്ട് ആ ചെയറിലൊന്ന് ഇരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഇരുന്നു പോഡ്കാസ്റ്റ് ചെയ്തു,
പോഡ്കാസ്റ്റ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടും പെട്ടെന്ന് ഉത്തരം പറയുന്നു. അവിടെ ആ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർ കൈയടിക്കുന്നു. പിന്നെ ആ വീഡിയോ എന്ത് ചെയ്യുന്നു, വൈറലാകുന്നു. ഞാൻ ഇങ്ങനെ മനസ്സിലങ്ങ് കണ്ട് അത് ഫീൽ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ മുന്നേ നമ്മളത് ചിന്തിക്കാതിരിക്കണമെങ്കിൽ അത് ബ്ലോക്ക് വരും. അപ്പം നമുക്ക് പുതുതായിട്ട് അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഫീലിങ്സും ചെയ്ത് നമ്മുടെ മനസ്സിനെ അതുമായി ബന്ധപ്പെട്ട് മെരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുക മാത്രമല്ല, അവിടെ നിങ്ങൾ അതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ കണ്ടെത്തണം. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ്. കഴിയാത്ത കാര്യങ്ങൾ, ഒട്ടും കഴിയാത്ത കാര്യങ്ങൾ, ഇന്നലെ ഒരു പരിചയം ഇല്ലാത്തതല്ല, എന്തെങ്കിലും പരിചയം ഉള്ളത് തന്നെയാണെങ്കിലും എന്ത് ചെയ്യുക, ചെറിയ പരിചയം, നമുക്ക് ലേശം പരിചയം ഉള്ളെങ്കിലും നമുക്ക് അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടം വരെ പോവുകയും ചെയ്യുക. അവിടെ ചിലപ്പോൾ പുറത്തായിക്കോട്ടെ, നമുക്ക് അവിടം വരെ കാണാമല്ലോ, ആ സ്ഥലം വരെ ഒന്ന് കാണാമല്ലോ നമുക്ക്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തായിക്കോട്ടെ, പക്ഷെ നമുക്ക് അവിടെ ചെന്ന് ആ സ്ഥലവും ആ ആൾക്കാരെ ഒന്ന് കാണാമല്ലോ. ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് ഏത് കാര്യവും അങ്ങനെയാണെങ്കിൽ, ഞാനൊരു വർക്കേറിയാണ്. നാളെ നിങ്ങൾ 3 പേരും നിങ്ങളെക്കുറിച്ചൊരു വീഡിയോ എടുത്തിടൂ. വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വീഡിയോ എടുത്തിട്ട് ഇടുകയോ അല്ലെങ്കിൽ വീഡിയോ എടുത്തു എന്ന് പറയണം. നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ മധു സാറ്, ബാബു സാറ്, രാജു സാറ്, നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ രാജു സാർ ആട്ടോ ഓട്ടിക്കുന്നതാണ്, അപ്പോൾ ആട്ടോ ഓട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു 2 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ, ബാബു സാറിന്റെ പ്രൊഫഷണലെ കുറിച്ച് സംസാരിക്കുന്ന 2 മിനിറ്റ് വീഡിയോ, മധു സാറിനെ കുറിച്ച് പറയുന്ന 2 മിനിറ്റ് വീഡിയോ. അത് നമ്മുടെ ഗ്രൂപ്പിലോ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയണമെന്നില്ല. നിങ്ങൾ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ആ മൊബൈലിൽ നോക്കി 2 മിനിറ്റ് സംസാരിക്കാമോ? ഓക്കെ. അപ്പൊ അത് നാളെ തരുന്ന ഒരു ടാസ്ക്കാണ്, ഒരു വർക്കാണ് അത്. അപ്പൊ അതിനെ ബ്ലോക്ക് അപ്പൊ 2 മിനിറ്റ് പറയുന്നത് ആരോടാ? എന്നോടല്ല. ക്യാമറയുടെ മുന്നിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ജനങ്ങളെടുത്ത് പറയാണ്. എൻ്റെ പേര് ആണ്, ഞാൻ ഒരു ഓട്ടോ ഓട്ടിക്കുന്ന ആളാണ്. എനിക്ക് എങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരണമെന്നും വീഡിയോയിലൂടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നും, ഇതൊന്നും ഞാൻ പറയുന്ന പോലെ പറയുന്നും വേണ്ട, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം പറഞ്ഞാൽ മതി. പക്ഷേ ഇതായിരിക്കണം അതിനകത്ത് ഉൾക്കൊള്ളാനുള്ളത്. ഓക്കെ, വീഡിയോയിലൂടെ വരണമെന്നും നിങ്ങളോട് എനിക്ക് എന്നെക്കുറിച്ച് ഒരു 2 വാക്കുകൾ പറയണമെന്നും എനിക്കൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെന്ത് ചെയ്യണം, ഇത്ര പറഞ്ഞ് ആ വീഡിയോ ഓഫ്, അത്ര ഒരു 2 മിനിറ്റ് പറഞ്ഞോളൂ. 2 മിനിറ്റ് പറഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിന് മനസ്സ് വന്നില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് ചെയ്യുക, ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയണ, നമ്മുടെ മനസ്സിനോട് ഈ പറഞ്ഞ ഫീലിങ്സും ഇമാജിനേഷനും സെറ്റ് ചെയ്യുക. അതായത് ഞാൻ അതായത് എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നു. ആ വീഡിയോ ഒരുപാട് പേര് കാണുമ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിൽ ഇതൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. ഒരുപാട് പേര് റോഡിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മറ്റ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടല്ലോ എന്ന് പറയുന്നു. ഇത് ഫീൽ ചെയ്യുകയും ഇമാജിനേഷൻ ചെയ്യണം. ഞാനിത് ടെസ്റ്റ് അടിക്കാനും കൂടിയാണ് ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. നല്ല രസമുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇതിപ്പോൾ നിങ്ങൾ 3 പേരെന്നുള്ളതല്ല, ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാനുള്ളതാണ്. എല്ലാവർക്കും ലൈവിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 3 പേരായാലും 2 പേരായാലും നമുക്ക് ക്ലാസ് ചെയ്യാമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതെല്ലാവരുടെ അടുത്തും കൂടിയാണ് പറയുന്നത്. ഈ ഒരു ദിവസം നിങ്ങൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തുടർന്നുള്ള കുറച്ച് വർക്കുകൾ, പ്രാക്ടീസുകൾ ഇതിനകത്ത് തരും. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ ഈ കൂടുതൽ ഇങ്ങനെയുള്ള വർക്ക് തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് സെക്ഷൻ വരെയാണ്.
ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു പ്രാക്ടീസ് എന്താണ്? നമുക്ക് എവിടെയാണോ മനസ്സിൽ കടുപ്പം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ ഇമാജിനേഷനും ഫീലിങ്സും ഇട്ട് പഠിക്കാൻ വേണ്ടിയാണ്, ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ അവരുടെ പേരില് അല്ലെങ്കിൽ അവർ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളൊരു പേരില് ഒരു ഫേസ്ബുക്ക് പേജും ഒരു ഇൻസ്റ്റയും എന്ത് ചെയ്യുക, തുടങ്ങുക എന്നുള്ളതാണ്. ഫേസ്ബുക്ക് ഓൾറെഡി കാണും എങ്കിലും നിങ്ങൾ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ്, നിങ്ങളുടേതായ ഒരു പേജ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. കുറച്ച് കാലത്തേക്ക് ഒരു രസത്തിന് വേണ്ടി നോക്കിയാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഒരു രസം, പക്ഷെ അതൊരു അഡ്രസ്സാണ്. നിങ്ങൾ ഈ മേഖലകൾ കഴിഞ്ഞ് നമ്മൾ ഈ മേഖല കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ടൈമിൽ നമ്മൾ ഇട്ട കുറേ ഡേറ്റാസുകൾ നമ്മളുടെ നാളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് തന്നെ സപ്പോർട്ടായിട്ട് അത് കാണും. അങ്ങനെ വിചാരിച്ചാൽ മതി, വേറെ വലിയ കാര്യങ്ങളായിട്ടും ചിന്തിക്കേണ്ട. പക്ഷേ നമ്മൾ പോകുന്നത് ഒരു വലിയ കാര്യത്തിലേക്ക് വേണം. ഓക്കെ ആണോ? ആ, ശ്രമിക്കാം എന്നുള്ളതല്ല, ഓക്കെ ആണ്. ആ, മനസ്സിലായി? ഓക്കെ ആണ്. അവിടെയാണ് ഈ ആവശ്യം. ഇവിടെ മാക്സിമം എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, നമ്മളെ മനസ്സിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നോക്കാൻ. ആരെയാണ് നമ്മൾ ഇപ്പൊ ശ്രമിക്കാം എന്ന് പറയുന്നത്, അതിൽ എന്താണ് ഓക്കെ എന്ന് പറയുന്നതും ശ്രമിക്കാം എന്ന് പറയുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. ചെയ്യാമെന്ന് പറയുന്നതും ശ്രമിക്കാം എന്ന് പറയുന്നതിലും ഒരു മാനസികപരമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് വീണ്ടും ഒരു പരിധി സെറ്റ് ചെയ്യണം, നമ്മുടെ മനസ്സിനൊരു പരിധി നമ്മൾ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ നാളെ എന്ത് ചെയ്യാം, പിന്നെ ഈ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ വന്ന് ഞാൻ സാറ് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെതായ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം പറയാം. നിങ്ങൾ വീഡിയോയിൽ എടുത്ത എന്താണെന്ന് നിങ്ങളിപ്പോൾ പറയണമെന്നില്ല, മനസ്സിലായില്ലേ? എടുത്തു എന്നൊരു വീഡിയോയിൽ തന്നെ ഇടണം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, നമ്മളെ വീട്ടിലോ നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മൾ ചില കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള ഗ്രൂപ്പുകൾ കാണാം, അല്ലെങ്കിൽ ഇത് പൊളിറ്റിക്സ് ഗ്രൂപ്പുകൾ കാണാം, അല്ലെങ്കിൽ മതങ്ങളുടെ ഗ്രൂപ്പുകൾ കാണാം. ഈ ഗ്രൂപ്പിലേക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇനി വോയിസ് ഇട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വീഡിയോസ് ഇടുക. ഓക്കെ ആണോ? നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും സംഘടനകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും വീഡിയോസ് ഇടുക. നമ്മൾ സംസാരിക്കുന്ന എവിടെയാണോ, അല്ലെങ്കിൽ വീട്ടില് വൈഫിനോട് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ മക്കളോട് മെസ്സേജ് അയക്കണ്ടേ, നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നത്, അല്ലെ ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണോ എന്നായിരിക്കും പറയുന്ന. അതെന്ത് ചെയ്യാം, അതിൽ തന്നെ നമ്മൾ വാട്സപ്പിൽ തന്നെ ഇങ്ങനെ നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ വോയിസിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുന്ന കണക്ക് തന്നെയാണ് വീഡിയോസും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അറിഞ്ഞുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ആ, അപ്പൊ അതെന്ത് ചെയ്യാം, ആ വീഡിയോ എടുത്തങ്ങ് ഇടുക. വീഡിയോ എടുത്തിട്ട് വീട്ടിൽ ഞാൻ വീട്ടിലോട്ട് വരികയാണ്, എന്തെങ്കിലും വാങ്ങണോ എന്ന് വീഡിയോ തന്നെ ഇടുക. അപ്പൊ മക്കളും അച്ഛന് തന്നെ തോന്നണം, അച്ഛന് തന്നെ എന്റെ കുഴപ്പമാണ്. അപ്പൊ ബാബു സാറ് എന്തായാലും നാട്ടിലല്ലല്ലോ? അല്ല, ഞാൻ കട്ടല്ലേ സാർ, ചെയ്യാൻ പറ്റും, ചെയ്യാം സാറേ, കുഴപ്പമില്ല, ചെയ്യാം. അതൊരു രസമായിട്ട് കൂട്ടിക്കും നാളെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ. അത് നമ്മൾ വളരെ നീണ്ട കാര്യങ്ങളൊന്നുമല്ല, കൊച്ചു കാര്യങ്ങൾ. ഇത് പുറത്തോട്ട് ഇങ്ങനെ വ്യാപിക്കുന്നതിനനുസരിച്ച് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്, അത് വലിയ വേറൊരു ലെവലാണ്. കാരണം നമ്മളുടെ മുഖത്തോടു കൂടി മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നതിന് അത് നമ്മളുടെ ശബ്ദത്തോളം ശബ്ദവും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനോടുകൂടി തന്നെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് വീണ്ടും എടുത്തൊന്ന് കാണാനൊക്കെ തോന്നും. ആദ്യമൊക്കെ നമ്മൾ
വാട്സപ്പിലൊക്കെ വോയിസ് ഇടുന്ന ഒരു കാലത്തെ നമ്മൾ വോയിസ് ഇട്ടിട്ട് നമ്മൾ തന്നെ 2-3 തവണ ആ വോയിസ് കേൾക്കുമായിരുന്നു. മനസ്സിലായി. ഇപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ മുന്നേ ഉള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മളെ വോയിസ് ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ അത് കേൾക്കുമായിരുന്നു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്ത് പ്രശ്നമില്ല, നമ്മൾ പറഞ്ഞതിന് വ്യക്തമായ ബോധം നമുക്കുണ്ടെന്നറിയാം. അതേപോലെ നമ്മൾ തന്നെ നമ്മളുടെ വീഡിയോസുകൾ കണ്ടു തുടങ്ങും. അത് നമ്മളെ വളരെയധികം ഒരു കോൺഫിഡൻസ് ലെവല്, ആത്മവിശ്വാസം നമുക്ക് ഉയർത്തും. അപ്പോൾ ഞാൻ ഇതൊരു വർക്ക് തന്നാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയും, ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് ബോധമനസ്സാൽ സംസാരിക്കുന്നതാണ്. ഇതിനെ നാളെ അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് അതെടുക്കുന്നത്? ഉപബോധ മനസ്സിൽ നിന്നാണ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഉപബോധ മനസ്സും ബോധ മനസ്സുമായിട്ട് കണക്ടിവിറ്റി ആവണം. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച കാര്യം നടത്താൻ പോകണം. അപ്പോൾ നാളെ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് വീഡിയോ എടുക്കുക, ഒരു 2 മിനിറ്റ് സംസാരിക്കുക. അതായത് ആദ്യത്തെ നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വീഡിയോ ആണ് അതെടുക്കുക. ആ വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വാട്സപ്പിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ക്ലാസ്, നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ഗ്രൂപ്പിനകത്ത് ഒരു 5-10 സെക്കൻഡിനകത്തുള്ള ഒരു വീഡിയോ ഇട്ടാൽ മതി. അതല്ല, കൂടുതൽ സമയം ഇടാമെങ്കിലും ഇട്ടോട്ടെ. കാണാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളുടെ ഒരു ഡിസ്കസ് ഗ്രൂപ്പാണ്. ചിലപ്പോൾ താല്പര്യം എല്ലാവർക്കും ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇന്നലത്തെ നമ്മുടെ ഇതിന് ശേഷം ഇങ്ങനൊരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ആദ്യം എന്ത് ചെയ്യുക, അത് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നാളെ മുതൽ മാക്സിമം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ അത് അയച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു മേഖല പോകുമ്പോൾ നമുക്ക്, അതായത് 10 days വീഡിയോ ചലഞ്ച് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഉണ്ട്. നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ് 10 days വീഡിയോ ചലഞ്ച് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഉണ്ട്. ഇവിടെ എത്രമാത്രം അതിന് മൈൻഡ് തയ്യാറായി വരുന്നവർ മാത്രമേ ആ മേഖലകൾ നമുക്ക് വിജയിക്കൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, അതായത് ഞാനൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻ്റ് ആണോ അല്ലെങ്കിൽ ഒരു ധൈര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് വന്നിരിക്കാൻ സംസാരിക്കാൻ ധൈര്യമുള്ളൊരു കൂട്ടത്തിലുള്ള അല്ല. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മളങ്ങനെ പൊതുമേഖലകളിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള ഒരു പരിചയം ഇല്ലാത്തവരാണ്. നമുക്കിങ്ങനെ ട്രെയിനിങ് കിട്ടിയാണ് 10 days വീഡിയോ ചലഞ്ച്. അതായത് 10 ദിവസമായിട്ട് 100 വീഡിയോ ചെയ്യണം. അതിന് ഓരോ ദിവസം ഒരു ദിവസം 10 വീഡിയോ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ ഇരുന്ന് എടുക്കണം. രണ്ടാമത് നമ്മൾ പുറത്ത് പോയെടുക്കണം. മനസ്സിലായില്ലേ? അന്ന് അവർ പറഞ്ഞത് എന്താണ്? അന്ന് അതായത് എൻ്റെ മെന്റർ പറഞ്ഞത് ഈ 10 days വീഡിയോ ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഈ നമ്മുടെ മനഃശക്തിയായിട്ട് ബന്ധപ്പെട്ടല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായത് ഇതെങ്ങനെയാണ് പുറത്ത് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റുക, നമ്മുടെ ഒരു കഴിവ് നമുക്ക് പുറത്ത് എങ്ങനെയാണ് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് അവിടെ പറഞ്ഞിരുന്നതെന്ന് പറയുന്നത് എന്താണ്, എത്ര രൂപയാണ് നിങ്ങൾ ഒരു മാസം അച്ചീവ് ചെയ്യാൻ, നിങ്ങൾ ഒരു മാസം നേടാൻ ആഗ്രഹിക്കുന്നത്, ഒരു മാസം നേടാൻ ആഗ്രഹിക്കുന്നത് എത്രയാണ് എന്ന്. അപ്പോൾ പലരും പല റേഞ്ചിൽ നിൽക്കുന്നവരാണ് നമ്മുടെ ആ കോഴ്സിലുള്ളവർ. അപ്പോൾ ഞാൻ ഈ അന്ന് ഇച്ചിരി സാമ്പത്തിക വിഷയമായി ഒരു 2-3 ലക്ഷം രൂപയോളം കടമായി, പെട്ടെന്നുള്ള കടങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ബുള്ളറ്റ് ഞാൻ വിൽക്കുകയാണ്. അത് ഞാൻ രാജസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു, ബുള്ളറ്റ് വിൽക്കുകയാണ്. അപ്പോൾ ആ ബുള്ളറ്റ് വിൽക്കുന്ന സമയത്ത് എനിക്ക് 94,000 രൂപ ബുള്ളറ്റിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഞാൻ 14,000 രൂപ ഡിജിറ്റൽ, എനിക്കൊരു കോഴ്സ് എങ്ങനെയാണ്, ഒരു ഓൺലൈൻ കോഴ്സ് എങ്ങനെയാണ് നടത്തണമെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു, ഞാൻ അതിലേക്ക് എന്ത് ചെയ്യാണ്, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ 14,000 രൂപ എന്ന് പറയുന്നത് ഫീസും പിന്നെ എൻ്റെ കമ്പ്യൂട്ടറും എല്ലാം ഇച്ചിരി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു. എല്ലാം കൂടെ മധു സാർ എന്ത് പറ്റി കൂടെ പോകുന്നു? നെറ്റ് കേട്ടാണോ?
മധു സാറാണ്, മധു സാറ്. ഓക്കെ. ഇത് കംപ്ലൈന്റ് ആകും, അങ്ങ് നിൽക്കുവാണ്. ഓ ശരി 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 ശരി. അപ്പോൾ ഞാനെന്ത് അറിയാമോ, ഞാൻ അതിനെ ഞാൻ ഇതിന്റെ പൈസയും പോയിട്ട് 85 രൂപ, ആ ബുള്ളറ്റ് വിറ്റ 94 ഞാനത് 85 രൂപ, ബാക്കിയുള്ളത് മറ്റൊരു കാര്യത്തിനെടുത്ത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മാസം ആദ്യം അച്ചീവ് ചെയ്യേണ്ടത് 85,000 രൂപയാണ്. 85,000 രൂപ ഒരു മാസം എനിക്ക് ചെയ്യണം. 85,000 രൂപ ചെറുതാണ്, പക്ഷെ അന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അത് വലുതാണ്. പക്ഷെ അവിടെ ആ സമയം നമ്മൾ ആ ഓരോ കോഴ്സിലും ഈ 10 days വീഡിയോ ചലഞ്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പ് വന്നാണ്. ഇപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ നേരെ പൈസ എന്ത് ചെയ്തു, ഞാൻ എടുത്തിട്ടില്ല, എന്നാലും പൈസ എനിക്ക് വന്നു തുടങ്ങി, എനിക്ക് ധൈര്യമായി. അതെന്നാ 10 days വീഡിയോ ചലഞ്ചിൽ ഞാൻ സത്യസന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. പിന്നെ ഇതേപോലെയല്ല നിങ്ങൾ ചെയ്യണം എന്നുള്ള, അവർ മസ്റ്റായിട്ട് ചെയ്യണം, എന്നാലേ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ എത്തും. അത് വെബ്സൈറ്റിലാണ് അവരുടെ ക്ലാസ്. അപ്പോൾ നമ്മൾ 10 days വീഡിയോ ചലഞ്ച് കഴിഞ്ഞാലേ അടുത്ത അവരുടെ സെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആണ്. ഓൺലൈൻ ക്ലാസ് അല്ല, ഓൺലൈൻ ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതൊരു സൈറ്റാണ്, വെബ്സൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് ആ ക്ലാസ് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് കടക്കാൻ പറ്റും. അപ്പം അത് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു പുതിയ വഴിയും കൂടി തുറക്കുകയാണ്. അത് മാത്രമല്ല, നമ്മളെക്കുറിച്ച് ഇന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കില്ല നമ്മളുടെ ഒരു വീഡിയോസ് നിരന്തരമായിട്ട് നമ്മളുടെ ഇപ്പോൾ ബാബു സാറൊക്കെ ഞാൻ ഇട്ട വീഡിയോസ് കണ്ടിട്ട് വന്നതല്ലേ, മനസ്സിലായി? ചെറുതായാലും വലുതായാലും വളരെ ഇപ്പൊ മധു സാറ് വന്നതും എന്റെ വീഡിയോ കണ്ടിട്ടല്ലേ. രാജൻ സാറ് ഓൾറെഡി എന്നെ അറിയാവുന്ന ഒരാളാണ്. മധു സാറും സത്യത്തിൽ വീഡിയോ കൊണ്ടുവന്നതല്ലേ. ഈ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ ഉള്ള 2-3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുവന്നാണ്. അവരത്യാവശ്യത്തിന് എന്താണ്, അവരൊരു 2,000 രൂപ എനിക്ക് ഫീസ് തന്നെങ്കിൽ അവർ ഈ ഒരു 10-40 രൂപയോളം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ സത്യത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ഈ ക്യാമറയുടെ മുമ്പ് പോയി സംസാരിച്ചുകൊണ്ട് മാത്രമോ. അത് തന്നെയാണ് ധൈര്യം. നമുക്ക് എല്ലാവർക്കും കഴിവുള്ളവരാണ്, എല്ലാവരുടെ ഉള്ളിലും കഴിവുകളുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്. ഇപ്പോൾ ഈ ഫീസ് തന്നു എന്നുള്ളതല്ല, അത് ലൈവ് സെക്ഷനിൽ പറയാനുള്ളതല്ല. ഫീസ് തന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമൻറ്റുകൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ സന്തോഷം തോന്നുന്ന, എന്നിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് പറയുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ അറിയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്ന് റിലീസ് ആവേണ്ടതും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ഇതിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ഉണർത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ എന്ത് ചെയ്യുക, എടുക്കുക. നാളെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നാളെ തന്നെ എന്ത് ചെയ്യുക, ഒരു വീഡിയോ സ്വന്തമായിട്ട് എടുത്ത് ഒരു 2 മിനിറ്റിൽ കൂടുതലുള്ള എടുത്ത് സ്വന്തമായിട്ട് അങ്ങ് സംസാരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇത് മറക്കരുതേ. ഓക്കെ. അപ്പോൾ നമ്മൾ അതായത് നമ്മളുടെ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ബ്ലോക്ക് വരണമെങ്കിൽ, ധൈര്യക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ വീഡിയോ എടുക്കുന്നതായിട്ടും നമ്മളുടെ വീഡിയോ മറ്റുള്ളവർ കാണുന്നതായിട്ടും അവർ നമ്മളെ എന്താണ് നിങ്ങളുടെ വീഡിയോ കൊള്ളാം എന്ന് പറയുന്നതുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, ഇമാജിനേഷൻ ചെയ്യുകയും അതിനോട് എന്ത് ചെയ്യണം, ഒപ്പം നിനക്ക് കഴിവുണ്ടേ, നീ അല്ലെങ്കിൽ നിങ്ങൾ നല്ല നല്ല വിഷയങ്ങളാണ് കേട്ടോ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യുകയും കൂടെ വേണം. അത് രണ്ടും ഓക്കെ ആയാൽ പിന്നെ ഇനി പ്രത്യേകിച്ച് പഠിക്കാനൊന്നും പോണ്ട. നമ്മൾ ഇത്രയും കാലം ഓരോരുത്തരും ഇപ്പൊ 40 വർഷം 30 വർഷം 35 വർഷം 45 വർഷമൊക്കെ ജീവിച്ചവരാണ് നമ്മുടെ ക്ലാസ്സിലുള്ളവർ. അപ്പം നമ്മൾ ഇത്രയും കാലം മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നൊരു നമ്മളെ പല സ്ഥലത്തും നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് നിന്നിട്ടുള്ളവരാണ്. പല കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉള്ളതാണ്. ഇപ്പോൾ എനിക്ക് കൂടുതൽ അറിവുണ്ട് എന്ന് എൻ്റെ മുന്നിലിരിക്കുന്നവർ വിചാരിക്കുന്നതെങ്കിൽ എന്താണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ല
എനിക്കറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ആ പുള്ളിക്ക് എന്തോ ഇത്ര നല്ല അറിവുകളുണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതേസമയം നമ്മളുടെ ഓരോരുത്തരുടെയും ഫീൽഡിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അത് മറ്റുള്ളവരെല്ലാവരും ഈ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് നല്ല ഉള്ള ആളാണെന്ന് തന്നെ പറയും. ആ ഒരു ലേബല് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ കോഴ്സ് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ മനസ്സിന്റെ ഇതും ഇപ്പൊ നമ്മൾ കോസ്മിക് തത്വങ്ങളാണ് പറയുന്നത്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ബൂസ്റ്റ് ചെയ്ത് മേലോട്ട് കയറാൻ പറ്റും. അപ്പോ അഞ്ചൽ രാജൻ എന്ന് പറയുന്ന ആള് എന്താണ് നാളെ ആ അഞ്ചൽ അല്ലെങ്കിൽ കൊല്ലം ജില്ലയില് അറിയപ്പെടുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കണം. മനസ്സിലായില്ലേ? അറിയപ്പെടുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കണം. കൊല്ലം ജില്ല എങ്കിലും കുറഞ്ഞത് അറിയാവുന്ന ഓട്ടോ ഡ്രൈവർ ആയിരിക്കണം. അതിപ്പോ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഓട്ടം പോകുന്ന സമയത്ത് എന്തെങ്കിലും ഫീല് തോന്നി, ആ ഫീല് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വിഷയം അത് കഴിഞ്ഞ ശേഷം ആ ഓട്ടം കഴിഞ്ഞ ശേഷം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒരു ഓട്ടം പോയിരുന്നു, അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവരുടെ അവസ്ഥകളെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും കണ്ടുപിടിക്കും, അത് പറയാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മയുള്ള സേവനങ്ങൾ, അതായത് എന്തെങ്കിലും ഇപ്പൊ ചില ട്രിവാൻഡ്രത്തൊക്കെ ചില ആട്ടോകളുണ്ട്, ക്യാൻസർ ബാധിച്ച് അല്ലെങ്കിൽ അത്തരം ആൾക്കാരെന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആ സിറ്റി തന്നെ ഫ്രീ ആയിട്ട് ഓടുന്ന കുറെ ആട്ടോകളുണ്ട്. അപ്പൊ കേട്ടില്ല, സൗജന്യ യാത്ര. അത് ഈ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ അത്ര ചിലർക്ക് ചില കമ്മിറ്റ്മെന്റ് ഉണ്ടാവും മനസ്സിൽ. ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങള് കൂടിയൊക്കെ തന്നെ അതിലൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വയം ബൂസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു, ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്, എനിക്ക് കിട്ടുന്ന എല്ലാ മെമ്മറി കാസ്കറിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന എല്ലാ പൈസയുടെയും 20% ഞാൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതായത് പെട്ടെന്ന് ഏതെങ്കിലും കുട്ടികൾക്ക് തുടർ പഠനമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ മേടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ മാറ്റുന്നത്. 2016 തൊട്ട് ഞാൻ മെമ്മറി കാസ്കറ്റ് എന്ന് പറയുന്ന നിരവധി കുട്ടികൾ എന്ത് ചെയ്തു പഠിപ്പിച്ച് വന്ന ആളാണ്. മനസ്സിലായി? ഞാൻ ഫുൾ സമയം ഞാൻ ചിലവാക്കി പഠിപ്പിച്ചു. ഇപ്പോഴും എൻ്റെ ക്രൈസ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഔട്ട് ആവാൻ സാധ്യതയുള്ള, വിദ്യാഭ്യാസത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള കുട്ടികളെ കൈപിടിച്ച് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് ടേസ്റ്റ് തോന്നുന്ന, നമുക്ക് ചെയ്യാൻ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ വരും. അതും കൂടി നമ്മുടെ ലൈഫിൽ ഒന്ന് ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ആവശ്യമാണ്. ഇന്ന് നമ്മൾ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡേറ്റാസുകളിൽ നമ്മളും എത്തപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മൊബൈലും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരായിരിക്കണം. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കും ആ സ്പേസ് നമുക്കും കൂടി ഉള്ളതാണ്. ശരി, നമ്മൾ വെറും മറ്റുള്ളവർ ഇറക്കുന്ന വീഡിയോസുകളും കാര്യങ്ങളും പ്രോഗ്രാമുകളും കാഴ്ചക്കാരാവുക എന്ന് മാത്രമല്ല, നമുക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഏത് കാര്യമാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിനു വേണ്ടി എന്ത് ചെയ്യുക. ഇപ്പൊ ബാബു സാറ് ഇപ്പൊ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞത് കപ്പലിനല്ലേ പറഞ്ഞേ? അല്ല, ഖത്തറില് കുക്കാണ്. അത് ഖത്തറിലാണ്. ഞാൻ വിചാരിച്ചത് അതായത് കപ്പലില്, അപ്പൊ ഇതിനകത്ത് വേറെ ആരോ കപ്പലിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കരയിൽ വരാൻ ബുദ്ധിമുട്ടാണ്. വേറെ ആളാ. അതായത് ഞാനേ ഈ 10 കളർ പിയാന മേടിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞായിരുന്നു. വന്നിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ബാബു സാറിനാണ് അതോടെ കണക്ട് ചെയ്തത്. അപ്പോൾ ഈ കുക്കിംഗ് മേഖലയിൽ തന്നെ സാറിനെ പരിചയപ്പെടുത്തുന്നതിന് ആരും വന്നിട്ട് എന്ത് ചെയ്യില്ല, സാറിന്റെ ഒരു ചാനൽ ഇട്ടിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളോ അത് നമ്മളൊരു ഫാഷൻ കണ്ടെത്താം. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് എന്ത് ചെയ്യുക, അറപ്പ് മാറാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മള് ഉപബോധ മനസ്സിന്റെ ഉപബോധ മനസ്സിന്റെ കഴിഞ്ഞിന് നമ്മൾ പറഞ്ഞു വന്ന് നിർത്തിയതെന്ന് പറയുന്നത് ഹീലിംഗ് ലെവൽ എന്ന് പറയുന്ന
സൗഖ്യതലത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞതിന് ചർച്ച ചെയ്തത്, ശരിയല്ലേ? നമ്മുടെ ശരീരത്തിലെ നമ്മളുടെ അസുഖങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ ഉയർത്താൻ കഴിവുള്ള മനസ്സിന്റെ തലമാണ് സൗഖ്യതലം. നമ്മുടെ പ്രതിരോധ ശക്തിയെ ഉയർത്താൻ കഴിവുള്ള നമ്മുടെ മനസ്സിന്റെ തന്നെ തലമാണ്. അതായത് നമുക്ക് പ്രതിരോധ ശക്തി കൂടും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ മെഡിസിനിലോട്ടൊക്കെ മാറുന്നുണ്ട്. നമ്മളുടെ ഒരു പ്രതിരോധ ശക്തി വളരെ കുറവാണ്. മെഡിസിൻ കഴിക്കരുതെന്നല്ല, സയൻസിന് അല്ലെങ്കിൽ അലോപ്പതിക്കൊന്നും ഒരിക്കലും എതിരല്ല ഞാൻ പറയുന്നത് പറഞ്ഞത്. പക്ഷെ നമ്മൾ എല്ലാത്തിനും ഒരു ചെറിയ ഒരു സിംറ്റംസിന് വരെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴും മരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നുണ്ട്. ഒരു ദിവസമൊക്കെ നമുക്കതിനെ വെയിറ്റ് ചെയ്ത് ഒന്ന് നമ്മുടെ ശരീരത്തിന് തന്നെ അതിനെ ത്വരിതപ്പെടുത്താൻ പറ്റുമോ, അതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ദിവസമെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരു ദിവസമെങ്കിലും ആ പ്രോബ്ലംസിനെതിരെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പം ആ ബോഡിക്ക് പ്രതിരോധ ശക്തി സത്യത്തിൽ കൂടും. അത് 2 ദിവസം 3 ദിവസമൊന്നും അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ശരീരത്തിലെ പ്രതിരോധ ശക്തിയുടെ പവർ കൂട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിന്റെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ ഹീലിംഗ് ലെവൽ എന്ന് പറയുന്ന സൗഖ്യ തലം. ഈ സൗഖ്യതലമാണ് പല മതങ്ങളും എന്ത് ചെയ്യണം, ഈ പ്രാർത്ഥനയിലൂടെയും സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ മതങ്ങളിലും ഉണ്ട്. പിന്നെ ധ്യാനം മിക്ക മതങ്ങളിൽ പിന്നെ ധ്യാനിച്ചിരിക്കുന്നു. പക്ഷെ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ അവിടുത്തെ ആരാധനയുമായി ബന്ധപ്പെട്ട പുരുഷന്മാരായിരിക്കും അല്ലെങ്കിൽ ദൈവങ്ങളായിരിക്കാം അവിടെ നമ്മൾ അപ്പോഴും മനസ്സിൽ വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ റിലാക്സ് ചെയ്യുന്നതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഈ സൗഖ്യതലം ഹൈ ലെവലിലോട്ട് കയറും, ഓപ്പണായി. നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങളെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അത് നേരത്തെ പറഞ്ഞ മുന്നിൽ ദൈവം തന്നെ വേണമെന്നില്ല, പിശാചാണെങ്കിൽ പോലും ശരി, പിശാചിനെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെ ഒരു സങ്കല്പം നോക്കിയിരുന്നാലും ശരി, നമ്മൾ നിലവിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഇടയിൽ വീണ്ടും നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിന് റിലാക്സേഷൻ കിട്ടാതെ വരുമ്പോൾ ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിൽ നിന്നൊരു നിമിഷം കുറച്ച് മാറുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മൾ ടെൻഷൻ കുറയാണ്. നമ്മൾ ഒരു ആത്മീയതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാസ്ത്രീയതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിറ്റേഷൻ്റെ ഒക്കെ പേരിൽ നമ്മൾ കുറച്ചു നേരം റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന് വേണ്ട വിധത്തിൽ നമ്മളെ സുഖപ്പെടുത്താനുള്ള സമയം കിട്ടും. ഇല്ലെങ്കിൽ എന്ത് അറിയാമോ, നമ്മൾ ചിന്തിച്ചിങ്ങനെ അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതല്ലേ ഇതല്ലേ, നമ്മുടെ മനസ്സിന്റെ കഴിവിനെ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയെ ഡെവലപ്പ് ആക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഹീലിംഗ് ലെവൽ എന്ന് പറയുന്ന സൗഖ്യതലം. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ 5ാമത്തെ തലമാണ് സഹജ ജ്ഞാനതലം എന്ന് പറയുന്നത്. സഹജ ജ്ഞാനതലം എന്ന് പറയുന്നത് ആണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ 5ാമത്തെ തട്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മെഡിറ്റേഷനും അല്ലെങ്കിൽ ഏറ്റവും നമ്മളിലേക്ക് തന്നെ സൂക്ഷ്മമായി ചിന്തിക്കപ്പെടുമ്പോഴൊക്കെയാണ് സത്യത്തിൽ സഹജജ്ഞാനതലം ഓപ്പൺ ആവുന്നത്. സഹജജ്ഞാന തലം എല്ലാ മനുഷ്യനും ഓപ്പൺ ആവുന്നുണ്ട്, എല്ലാ മനുഷ്യരിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും അതുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത്, കുടുംബത്തിൻ്റെ അകത്തുള്ള വിഷയങ്ങൾക്കകത്ത്, അങ്ങനെ മറ്റ് പല കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടെൻഷൻ അല്ലെങ്കിൽ മറ്റ് ശ്രദ്ധ, ടെൻഷൻ എന്നുള്ളതല്ല, മറ്റ് മേഖലകളിലേക്ക്. ഇപ്പം നാളെ നമുക്ക് EMI അല്ലെങ്കിൽ മറ്റ് കടങ്ങൾ, 30-ാം തീയതി ഇന്ന വിഷയം, 40-ാം തീയതി അല്ല 10-ാം തീയതി ഇന്ന വിഷയം, 5-ാം തീയതി ഇങ്ങനെ വിഷയം, കല്യാണം വരുന്നു, കുളി വരുന്നു, മക്കൾ പ്രായമായി വരുന്നു, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ സ്കൂൾ തുറന്നു വരുന്നു, ഇങ്ങനെ നിരവധി ഭൗതിക ആവശ്യങ്ങളായിട്ട് നമ്മൾ ഓടി നിൽക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ സഹജജ്ഞാനതലം എന്ത് ചെയ്യുന്നില്ല, ഇത് പഠിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ സഹജജ്ഞാനതലത്തിലെ നമ്മളിലേക്ക് തരുന്ന ഒരു പ്രവർത്തനം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി
നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഭൗതികപരമായ തിരക്കുള്ളപ്പോഴും നമുക്ക് ഒരല്പസമയം റിലാക്സ് ചെയ്ത് നമുക്ക് നമ്മളെക്കുറിച്ചും കൂടി ചിന്തിക്കാനുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുക. അവിടെയാണ് നമുക്ക് സഹജജ്ഞാനതലത്തിൻ്റെ റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം, ഓക്കെ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് വീഡിയോ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തതും നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്, അങ്ങനൊരു സാധനം നിങ്ങളെ ഓർമ്മപ്പെടുത്തും നിങ്ങളുടെ ബ്രെയിൻ. അത് സഹജജ്ഞാനതലമാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ യഥാർത്ഥ ഒരു പക്ഷെ ഞാൻ ഈ മനസ്സുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയമായിട്ട് ചിലപ്പോൾ ഞാൻ വരണമെന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനൊരു സംഭവം, ഞാൻ മാത്സ് കുട്ടികളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കൂടുതൽ നേരത്തെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി എനിക്ക് ഈ ക്ലാസ്സിനെ ഞാൻ ചെയ്യുമെങ്കിലും ഇതിനൊരു പ്രൊഫഷണൽ ആക്കണമെന്ന് വിചാരിച്ചാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അത് അതിലേക്ക് എത്തി. ഇനി ചിലപ്പോൾ ഇതിനേക്കാൾ വേറൊരു മേഖലയിലേക്ക് നമ്മളെ ബ്രെയിനിലേക്ക് നമുക്ക് ഉൾവിളി പോലെ ചില പ്ലാനുകൾ തരും, ചില പ്ലാൻസുകൾ നമുക്ക് ഉൾവിളി പോലെ നമുക്ക് തരും. അപ്പൊ ഇത് എന്ത് ചെയ്യാം നമ്മളെ, അപ്പോൾ ഈ ഉൾവിളി എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉൾവിളിയിൽ തന്നെ മറ്റൊരു ഏരിയ പറഞ്ഞുതരാം. അതായത് നമ്മളെ ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ബോധപൂർവ്വം ഓർമ്മിപ്പിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉദാഹരണം, നമ്മൾ ഇപ്പോൾ ഒന്ന് ക്ഷീണമായി നമ്മൾ വീട്ടിലൊന്ന് പുറത്ത് പോയി വന്ന് ക്ഷീണമായി നമ്മളിങ്ങനെ കിടന്ന സമയത്ത് നമ്മളുടെ അടുത്ത് നമ്മൾ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നമ്മളെ ബ്രെയിൻ ഓർമ്മപ്പെടുത്തി എന്ന് വിചാരിക്കുക. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഓർമ്മപ്പെടുത്തി. അപ്പോൾ അത് നമുക്ക് ഓർമ്മപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് അത് എണീച്ച അതും കൂടി അങ്ങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെറിയൊരു ജോലിയായിരിക്കും. അത് പിന്നിടത്തേക്ക് ആക്കരുത്. പിന്നിടത്താക്കിയാൽ നമ്മൾ മറന്നു. ശരിക്കും എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ശരീരം ക്ഷീണാവസ്ഥയിലായി നമുക്ക് പൂർണ്ണമായ ഒരു സുഖം വേണം എന്ന് വിചാരിച്ച് കിടന്ന സമയത്തും നമ്മളെ അത് ഓർമ്മിപ്പിച്ചത്? ഓർമ്മിക്കായിരുന്നേ കുഴപ്പമില്ലായിരുന്നല്ലോ. നമ്മളെ ബ്രെയിനിലേക്ക് ഇത് ഉൾവിളികളുമായി നമ്മൾ അടുക്കാൻ സാധ്യത ഉള്ളൊരു ഏരിയയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഉൾവിളികളുമായി അടുക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കൊച്ചൊരു കാര്യം ഇരിക്കും. പക്ഷെ അത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം എടുത്ത് അകത്ത് വെക്കുന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് അടുത്ത റൂമിലെ ഫാൻ നിർത്തിയില്ല എന്ന് ഓർമ്മിക്കുന്നതോ, അല്ലെങ്കിൽ അടുത്ത റൂമിൽ ലൈറ്റ് നിർത്തിയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതോ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പൊ അവിടെ എന്താണ് ഒരു ലാഭം, അതായത് നമുക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹജജ്ഞാന തലത്തിന് അതേപോലുള്ള അതിനേക്കാൾ വാല്യൂ ഉള്ള അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മളെ ബ്രെയിനെ ഓർമ്മപ്പെടുത്താൻ അത് തയ്യാറാവും. പക്ഷെ നമ്മളെന്ത് ചെയ്യണം, നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് അതിനിപ്പോ പിന്നീടാവട്ടെ. നമ്മളുടെ സഹജജ്ഞാന തലമാണ് നമ്മളെ ആ വിഷയം ഓർമ്മപ്പെടുത്തുന്ന. ആ വിഷയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. നമ്മളുടെ ഒരു ചെറിയ കാര്യമെങ്കിലും ലാഭപ്പെടുത്താനാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളയുമ്പോൾ, ആവർത്തിച്ച് തള്ളിക്കളയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഡൗട്ട് ആവും, ഇവൻ ഇത് ആവശ്യമുള്ളതല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെന്ത് ചെയ്യും, നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സഹജജ്ഞാന തലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും, മനുഷ്യന് കുറയും. കണക്ട് ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ഓക്കെ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് അതാണ്. എന്നാലിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒരു വിധത്തിലും പോയി ചെയ്യാൻ പറ്റില്ല, ആരെയും ഫോൺ ചെയ്ത് പറയാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് പറയണ്ട. പക്ഷേ അത് ആരെങ്കിലും വിളിച്ച് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലോ എന്ന് നമ്മളുടെ ബോധതലം
അതിനെ സെർച്ച് ചെയ്യും. ചെറുതും വലുതുമായിട്ടുള്ള നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, സെർച്ച് ചെയ്യാം. അപ്പം അതവിടെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത് കുഴപ്പമില്ല. പക്ഷെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് അപ്പോഴും പറഞ്ഞുതരണം. അവിടെ പിന്നെ എന്ത് ചെയ്യരുത്, താമസം ഇടരുത്. താമസം ഇടുമ്പോൾ ഇതെല്ലാം കൂടെ അടുങ്ങിക്കൂടി നമ്മൾ പുതിയ വിഷയങ്ങൾ, പുതിയ ചിന്തകൾ നമ്മളിലേക്ക് വരാതെ പോകും. നമ്മൾ പലതും ആലോചിക്കുമ്പോൾ ഒരുപാട് സാധനം പെൻഡിങ് ആയിരിക്കും. കാരണം അത് ആ ടൈം കഴിയുമ്പോൾ മറക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വലിയ 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 ഐഡിയാസുകൾ, പ്ലാനുകൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഉൾവിളികളായിട്ട് വരും. ഉൾവിളി എല്ലാം നമ്മൾ ഈ ഉൾവിളികൾ സത്യത്തിൽ നമ്മൾ ഇതിനെ ഇത്തരം രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുത്താൽ നല്ല റിസൾട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 2 ബാച്ച്, ഞാനിപ്പോൾ 3 ബാച്ച് നടത്തി. അതിനുശേഷം ഞാൻ മറ്റൊരു കാര്യമായിട്ട്, മറ്റൊരു വിഷയമായിട്ട് ഞാൻ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാറിപ്പോകുമ്പോഴും കൃത്യമായിട്ടും എനിക്ക് ഇതിനെ തിരിച്ച് വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് വരണമെന്ന് കൃത്യമായി എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നെ അത് ശ്രദ്ധിക്കുകയും അത് ചെയ്യുകയും ചെയ്യിക്കുന്നതിൻ്റെ പിന്നിലെന്ന് പറയുന്നത്, നമ്മുടെ മനസ്സ് ആവർത്തിച്ച് 1-2 തവണ പറയുമ്പോൾ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, നമുക്ക് ഉപയോഗപ്രദമല്ലാത്തത് നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് നമ്മുടെ വിജയ സാധ്യതകളാണ് കുറയുന്നത്. അതായത് അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. അതായത് മനുഷ്യൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തുടങ്ങാനും മടിയില്ല. മനസ്സിലല്ലേ? ആവശ്യമുള്ള കാര്യങ്ങൾ തുടങ്ങാൻ വലിയ മടിയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തുടങ്ങാൻ ഒരു മടിയുണ്ടാവില്ല. ആവശ്യം ഉള്ള കാര്യം തുടങ്ങാൻ മടിയാണ്. ഇനി അതേപോലെ തന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ നോക്കുക. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, ആവശ്യം ഉള്ള കാര്യം നമ്മളെന്താണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർത്താൻ ഒരു മടിയില്ല. ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിലോ നമുക്ക് നിർത്താൻ പറ്റത്തേ ഇല്ല. ഇത് മനുഷ്യനെ പ്രത്യേക രീതിയിലേക്ക് അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇപ്പോൾ ആരും നല്ലതെന്നോ അല്ല ആരും അഴുക്കിയെന്നൊന്നും പറയല്ല. മനസ്സിലായില്ലേ? നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. നമുക്കിത് ഇനി അടുത്ത നാളെ മുതൽ നല്ലൊരു പ്രവൃത്തി തുടങ്ങണം എന്ന് പറയുമ്പോൾ അത് മറ്റൊന്നത്തേക്ക് മാറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമുക്കൊരു നമ്മുടെ അഴുക്ക സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് ഇന്നും നാളെയും തുടരുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന് വലിയ പാടാണ്. ഇതേപോലെ തന്നെയാണ് നിർത്തുന്ന തലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് നിർത്തും. മോശപ്പെട്ട കാര്യങ്ങൾ നിർത്താനേ പറ്റത്തില്ല നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മുതലേ ഉള്ള നമ്മുടെ ഉൾവിളികളുമായി നമുക്ക് മാനസികപരമായ ഒരു ഐക്യമില്ലാത്തതാണ്. നമ്മളെ സബ് കോൺഷ്യസ് നമ്മളെ ഉൾവിളിയാൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ, നമ്മളുടെ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മളുടെ ബോധം കണക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ 5 തലങ്ങളാണ് പറഞ്ഞത്. നമ്മൾ അതിന്റെ നിരവധി പ്രാക്ടീസുകൾ വരും, നിരവധി ക്ലാസ്സുകൾ വരും. തുടർന്ന് അതിനെക്കുറിച്ച് നമ്മൾ ഈ 4 മാസവും പഠിച്ചു തന്നെ പോകും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായില്ല എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട. കേട്ടെടുത്തോളം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കോൺഷ്യസ് മൈൻഡിനെ സബ് കോൺഷ്യസ് മൈൻഡിനെ വേറിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മളുടെ ചിന്താ ലെവലുകൾ മാറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒരു കാര്യം, നമ്മളുടെ രക്ഷകനായാലും നമ്മളുടെ ശിക്ഷകനായാലും നമ്മൾ തന്നെ ആയിരിക്കും. നമ്മുടെ ഉപബോധ മനസ്സിനെക്കുറിച്ചും ബോധ മനസ്സിനെക്കുറിച്ചും തിരിച്ചറിവുള്ള ഒരു മനുഷ്യന് എൻ്റെ നാശത്തിന് കാരണവും എൻ്റെ വളർച്ചയ്ക്ക് കാരണവും പ്രധാനപ്പെട്ട കാരണം ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ വളരെ നല്ലൊരു ചർച്ചയാണ്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലൊരു ക്ലാസ്സാണ് ഇന്ന് നടന്നതെന്നാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ നമുക്കിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ?
ഓക്കെ സാറേ, ശരി എന്നാ. ഓക്കെ ഓക്കെ, ശരി ശരി ശരി.